മോശയാണ് ആദ്യം ഈ ഒരു ദൈവിക സങ്കല്പം മനുഷ്യരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അപ്പം മോശ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദൈവിക സങ്കല്പം അതിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടാണ് മനോജിൻ്റെ സുവിശേഷത്തിൽ വരുന്ന ദൈവിക സങ്കല്പം. രണ്ടും തമ്മിലുള്ള ഒന്നോ രണ്ടോ എന്തെങ്കിലും ഒരു രഹസ്യം ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ അത് ഡയറക്റ്റായിട്ട് പറയുന്നതിനേക്കാൾ കുറച്ച് എനിക്ക് ഇഷ്ടം ഇൻഡയറക്റ്റായിട്ട് പറയാനാണ്. എന്നാലേ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഇത് കിട്ടത്തുള്ളൂ, ഒരു ത്രില്ലിങ് കിട്ടത്തുള്ളൂ. ഞാൻ വേറൊരു രീതിയിൽ പറയാം. ലസ്സി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ലസ്സി എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുന്ന സാധനം. ഈ ലസ്സി തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനെയാണ് ലസ്സി എന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? ഏത് ഏജിലാണ്? അതെപ്പോഴാണ്, ഏത് സമയത്താണ്? ഒരു ഉദ്ദേശം എത്ര ഏജായി കാണും? 12 വയസ്സായാലും ഇത് ലസ്സിയാണെന്നുള്ളത് പിടികിട്ടി. എത്ര വയസ്സിലാണ് കേൾക്കുന്നത് തന്നെ? അത് അതിശയോക്തിയൊന്നും വേണ്ട. ഞാൻ ആദ്യമായിട്ട് ലസ്സി എന്ന് പറയുന്നത് കേൾക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ലസ്സി എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് മനസ്സിലാകുന്നത്. ലസ്സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന സാധനമാണ് ലസ്സി എന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി ലസ്സി എന്ന് കേട്ട് കഴിയുമ്പോൾ ഏതോ ഒരു പെണ്ണിൻ്റെ പേരാണെന്ന് വിചാരിക്കും. റൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാനും ഈ ലസ്സി എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല എന്താ ലസ്സി എന്നുള്ളത്. ഞാനത് അറിയുന്നത് ബാംഗ്ലൂർ എഞ്ചിനീയറിങ്ങിന് പോകുമ്പോഴാണ്. അത് നമുക്കൊരു ഊഹം പോലും വരത്തില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും അക്സസബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവർ തരുന്നത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ലസ്സി എന്ന് പറയുന്നത് മധുരവും പുളിപ്പും ഒക്കെയുള്ള വെളുത്ത ഒരു സാധനത്തിനെയാണ് അവർ ലസ്സി എന്ന് പറയുന്നതെന്ന് മനസ്സിലായത്. അത് കഴിക്കുന്നത് വരെ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇതുപോലെയാണ് ദൈവിക സങ്കല്പം. ആരൊക്കെയോ പറഞ്ഞു കേട്ട ഊഹാഭോഗങ്ങളിലുള്ളൊരു സാധനമാണ് ദൈവം. ആ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ എന്ന് പറഞ്ഞ മനോജ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ ആസ്വദിക്കുമ്പോഴേ എന്താണ് ദൈവം എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇവിടെയും ദൈവം എന്ന് പറയുമ്പോൾ മറ്റൊന്നാണ്, ഈ പേര് അല്ല ശരിക്കും. സോ ആ ആസ്വാദനം ഞാൻ ആസ്വദിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ജ്യോതിയം ആസ്വദിക്കുന്നത്. എനിക്ക് പുളിപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ടിൽ ലസ്സി കൊണ്ടുവച്ച് ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ദിസ്. എനിക്ക് പുളി ഇഷ്ടമില്ല, മധുരം ഇഷ്ടമില്ല. പക്ഷേ ജ്യോതിയമ്മയെ സംബന്ധിച്ചിടത്തോളം പുളിയും മധുരം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പൂൺ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് വെക്കുന്നത്. വാവ്, ഒരേ സാധനം രണ്ട് പേർക്ക്, ഒരാൾക്ക് വാവ്, ഇതെങ്ങനെ മാറി? എടുക്കുന്ന ടേസ്റ്റ് അത് ഒരു വ്യക്തിത്വത്തിനകത്തുള്ള കാര്യമാണ്. ഇപ്പം ദേഹം സംബന്ധിച്ചിടത്തോളം മധുരം ഇഷ്ടമില്ലാന്നിരിക്കട്ടെ, പക്ഷെ പുളി ഇഷ്ടമാണെന്നിരിക്കട്ടെ. അപ്പം ദേഹം ഇത് ആസ്വദിക്കുമ്പോൾ ഓക്കെ, അത് ചില ഇഷ്ടപ്പെടാത്തതുമുണ്ട്, ഇഷ്ടപ്പെട്ടതുമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഒരാൾക്ക് വാവ്, ഒരാൾക്ക് സോ ഈ രീതിയിലാണ് മോശയ്ക്ക് കിട്ടിയപ്പോൾ ഉള്ള ആസ്വാദനം വേറെ, എനിക്ക് കിട്ടുമ്പോൾ ഉള്ള ആസ്വാദനം വേറെ. അപ്പം ആ ഒരു ആസ്വാദനം, സ്പിരിച്വാലിറ്റിയുടെ ആസ്വാദനം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചിലരത് ഭയങ്കര ആസ്വദിച്ച്, ദാവീദ് പറഞ്ഞിരിക്കുന്നത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. വ്യക്തിവാദികൾ പറയും പൊട്ടൻ, വട്ടൻ. അത് വ്യക്തിപരമാണ്. സോ അതിനകത്ത് മോശ പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട്. അത് മറ്റൊരു വ്യക്തി അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ആൾക്കാർ ഇതെങ്ങനെ എടുക്കുമെന്നുള്ളത് ഉണ്ട്. അത് വരുമ്പോൾ പറയാം. ശരിക്കും ബൈബിൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് മറ നീക്കി തരുന്നുണ്ട്. അതിൻ്റെ ഫുൾനെസ്സിലല്ല, ക്രക്സായിട്ട്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അതിൻ്റെ ആശയം കിട്ടും. പിന്നെ ഇതിനെ ഓരോരുത്തരും തന്നെ വിപുലീകരിച്ചെടുക്കണം.